ഞാൻ കർത്താവിന് നന്ദി കരയറ്റുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവവചന പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഇടയാക്കിയ കർത്താവിൻ്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ ഒരുക്കവും നമ്മൾ കണ്ടു. വരവ് എന്ന് പറയുന്നത് അതിനിയും ചോദ്യവും പറച്ചിലൊന്നുമില്ല. കർത്താവ് വരാൻ പോകുകയാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വരവിന് താമസിക്കുന്നില്ല. കർത്താവ് വരും. അവൻ വരും എന്നുള്ളത് 100% ഉറപ്പാണ്. ആ ഉറപ്പുള്ളവർ ആ വരവിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ആകാശത്ത് നിന്ന് താഴേക്ക് വരുന്നത് മാത്രമല്ല നമ്മുടെ പ്രത്യാശ. ആകാശത്ത് നിന്ന് താഴേക്ക് വരുന്നവൻ നമ്മളെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോകുകയാണ്. അപ്പോൾ നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇനി എല്ലാ കാലഘട്ടത്തിലും ജീവിക്കാനുള്ളവനല്ല. പ്രത്യുത എൻ്റെ അടുത്ത വാസം എന്ന് പറയുന്നത്, നിത്യവാസം എന്ന് പറയുന്നത് ഉയരത്തിലാണ് എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും വലിയ പ്രത്യാശ. യു സീ ദ ഡിഫറൻസ് അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശ എന്ന് പറയുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടിയുള്ള പ്രത്യാശയും കൂടെയാണ്. കാരണം ആ നിത്യത, ആ ദർശനത്തിൽ, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ ദർശനത്തിലായിരിക്കും നമ്മൾ പിന്നെ എന്നും ജീവിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശ എന്ന് പറയുമ്പോൾ അവൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മളെ ഈ ഭൂമി പിന്നെ നമ്മുടെ ലോകം വേറെ ഒരു ലോകമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗമുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ വീണ്ടും വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് ചേർത്തുകൊള്ളും. അതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും അവിടെ നമ്മളെ ചേർക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ളവരാണ്. ഒരു മണവാളൻ മണവാട്ടിയെ ബെട്രോത്തൽ അല്ലെങ്കിൽ കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കേട്ട കാര്യമാണല്ലോ, അത് കഴിഞ്ഞിട്ട് മണവാളൻ പോയി അവൻ്റെ മണവാട്ടിക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ട് പിന്നെ എപ്പോഴാണെന്നറിയില്ല അവൻ തിരിച്ചു വരും. തിരിച്ചു വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകും. ഈ മണവാട്ടിയുടെ പ്രത്യേകത എന്താണ്? മണവാട്ടി ഈ മണവാളൻ പോകുന്ന നിമിഷം മുതൽ മണവാളൻ മടങ്ങി വരുന്ന ദിവസം വരെ ഇങ്ങനെ നോക്കിയിരിക്കുക. എപ്പോഴാ വരുന്നത്? മണവാളനെ എതിരേൽക്കാൻ, നമ്മൾ 10 കന്യകമാരുടെ ഉപമ പഠിച്ചപ്പോഴും മണവാളനെ എതിരേൽപ്പാൻ നോക്കിയിരിക്കുക. പക്ഷെ സമയം അറിയത്തില്ല. അങ്ങനെ നോക്കിയിരിക്കുന്ന കന്യകമാർ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിരിക്കുന്ന ഒരവസ്ഥ, അതാണ് ശരിക്കും ഇന്ന് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. അവൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുക. ഞാൻ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമുണ്ട്. ഈ ബെട്രോത്തൽ കഴിഞ്ഞാൽ, അതായത് കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി മണവാളന് വേണ്ടി നോക്കിയിരിക്കുമ്പോൾ പിന്നെ അവളുടെ സ്വന്തം ഭവനത്തിലെ അഥവാ അവൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലെ ഒരു കാര്യവും ഇവിടെ തലേ കയറത്തേയില്ല. പിന്നെ അവൾ ചിന്തിക്കുന്നത് മുഴുവൻ എപ്പോഴാണ് എൻ്റെ മണവാളൻ വരുന്നത്? മണവാളൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മണവാളനോട് കൂടെ അവൻ്റെ ഭവനത്തിൽ വസിക്കാൻ പോകുന്നത്. അവൻ്റെ മനസ്സ് മുഴുവൻ മണവാളൻ താമസിക്കുന്ന മണവാളൻ്റെ ഭവനമാണ്, അല്ലാതെ അവളുടെ ഭവനമല്ല. അവൾക്കറിയാം ഞാനിത് കളഞ്ഞേച്ച് പോകേണ്ടതാണ്, എനിക്കിവിടെ ഇനി അധികം കാലമില്ല. അതുകൊണ്ട് എപ്പോഴും അവൾ മണവാളനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം
അവൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചാണ്, നിത്യതയുടെ കാലത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ ഈ നിത്യതയുടെ പ്രത്യാശയിൽ വേണം നമ്മൾ ജീവിക്കാൻ. ഇന്ന് യേശു കർത്താവിനെ കുറിച്ച് പറയുന്നവർ പോലും, നമ്മൾ 1 കൊരിന്ത്യർ 15:19 വാക്യത്തിൽ നമ്മൾ വായിച്ച കാര്യം അറിയാമല്ലോ. നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യന്മാരിലും അരിഷ്ടന്മാരത്രേ. സി, അതൊരു വല്ലാത്ത ഒരവസ്ഥയാണ്. സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അവിടെ എഴുതിയിരിക്കുന്നത്, ഇഫ് യു ഹാവ് ഓൺലി ഹോപ്ഡ് ഇൻ ക്രൈസ്റ്റ് ഇൻ ദിസ് ലൈഫ് വി ആർ ഓൾ ഓഫ് മെൻ പിറ്റിയബിൾ. ദയനീയരാണ്. ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പോഴത്തെ നമ്മുടെ വിശ്വാസികളുടെ കാര്യം പറഞ്ഞാൽ എന്തൊരു ദയനീയ അവസ്ഥയാണ്. കാര്യം, അവർ ഈ ആയുസ്സിൽ മാത്രമേ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുള്ളൂ. ഇവിടെ വല്ലതും കിട്ടണം എന്നുള്ള, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സദൂക്യ ക്രിസ്ത്യാനികൾ, ഓർമ്മയുണ്ടല്ലോ, സദൂക്യ ക്രിസ്ത്യാനികൾ. സദൂക്യരുടെ പ്രത്യേകത, അവരും ദൈവവിശ്വാസികളാണ്. യഹോവയിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിൽ ആദ്യത്തെ 5 പുസ്തകമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. എന്നാലും ന്യായപ്രമാണത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അവരെല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അവർ പറഞ്ഞത്, എന്തിനാണ് യഹോവ നമുക്ക് റോമാക്കാരുടെ കയ്യിൽ നിന്ന് രാജ്യം പിടിച്ചു വാങ്ങി നമുക്ക് തരാൻ, നമ്മളെ വാഴുവാൻ? അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വാഴുവാൻ, അതുകൊണ്ട് നമ്മളെ വാഴുവാൻ എന്നൊക്കെ പറഞ്ഞ് മൈൽസ് മൺറോ പോലെയുള്ള ദുരുപദേശക്കാർ അതിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിലും ഉണ്ട് ചില പാർട്ടികൾ. ദൈവം നമ്മെ വാഴുവാനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, വാഴുവാൻ. എൻ്റെ പ്രിയമുള്ളവരെ, എവിടെ വാഴാനാ? ഇവിടെ വാഴാനാണോ? എന്തോ അവിടെ പറയുന്നത്? ഭൂമിയിൽ ദൈവത്തെ, മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, എന്തുവാ, നിങ്ങൾ ഇതിൽ എല്ലാത്തിനെയും അടക്കി വാഴണം. ഞാൻ ആ വാക്കൊന്ന് പഠിച്ചു നോക്കി. ആ വാക്ക് പഠിച്ചു നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് റൂൾ ഓവർ എന്നതിനേക്കാൾ മാനേജ് എന്ന് പറയുന്ന വാക്കാണ് അവിടെ കൂടുതൽ ചേരുന്നത്. ഇത് മുഴുവൻ നിങ്ങൾ നോക്കി നടത്തണമെന്നാണ് പറഞ്ഞത്. അത് ഉത്തരവാദിത്വമാണ് പറയുന്നത്. ഈ ഭൂമിയിലെ കാര്യങ്ങൾ, അതായത് സൃഷ്ടി കഴിഞ്ഞിട്ട് മനുഷ്യനോട് പറയുന്നത്, ഇനി നിൻ്റെ ചുമതലയാണ് ഈ തോട്ടം കാക്കുക എന്ന് പറയുന്നത്. അല്ലാതെ വാഴുകയല്ല. വാഴുന്ന ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. അല്ലാതെ നമ്മളല്ല വാഴുന്നത്. ഭൂമിയിൽ വാഴാനായിട്ടല്ല നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്, നമ്മളെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി എന്നർത്ഥത്തിലാണ്. ആദമിൻ്റെ കാലത്ത് പോലും, ഇപ്പോഴത്തെ കാര്യമല്ല, ആദമിൻ്റെ കാര്യത്തിൽ പോലും വാഴുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നടത്തുക, മാനേജ്, ബി ഗുഡ് സ്റ്റുവാർഡ്സ് ഓഫ് വാട്ട് ഐ ഹാവ് മെയ്ഡ്. ഞാൻ സൃഷ്ടിച്ചതിൻ്റെയൊക്കെ നല്ല കാര്യവിചാരകന്മാരാവുക. വാഴുക എന്നുള്ള വാക്കല്ല, കാര്യവിചാരകന്മാർ. അതിനെ നമ്മൾ മലയാളത്തിൽ ഒരു വാക്കും കണ്ടപ്പോഴത്തേക്ക് അത് വെച്ചോണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. മൈൽസ് മൺറോ പോലുള്ള ദുരുപദേശക്കാർ, മൈൽസ് മൺറോ, നിങ്ങൾ ഈ ദുരുപദേശക്കാരുടെ പേരൊക്കെ ഞാൻ വിളിച്ചു പറയുന്നത് എന്നാണെന്നറിയാം. പുള്ളി മരിച്ചുപോയി, ഒരു പ്ലെയിൻ ആക്സിഡൻറ്റിൽ മരിച്ചു. പേരൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ഇവരുടെ ഇതിനകത്ത് പെട്ടുപോകരുത് എന്ന് പറയാനാണ്. പെട്ടുപോകരുത്. ദൈവം നമ്മളെ വാഴുവാനാണ് ആക്കിയിരിക്കുന്നത് എന്ന് പറയുന്ന ദുരുപദേശക്കാരനെ, ഈ മൈൽസ് മൺറോ പറഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾ തന്നെ വെരുണ്ടു പോകും. അതൊന്നും ആരും പറയത്തില്ലല്ലോ, ഇല്ലേ? എന്നെ മൈൽസ് മൺറോ പറഞ്ഞെന്നറിയാമോ? നിങ്ങളെന്തായാലും യേശുവിൻ്റെ പുറകെ നടക്കുന്നത്? യേശുവിനെ എന്തിനാണ് പ്രസംഗിക്കുന്നത്? നിങ്ങൾ ദൈവരാജ്യമാണ് പ്രസംഗിക്കേണ്ടത്. ദൈവം രാജാവായി നിങ്ങൾ വാഴുന്ന അവസ്ഥ, അതാ പ്രസംഗിക്കേണ്ടത്. ദൈവരാജ്യം പ്രസംഗിച്ചാൽ മതി, യേശുവിനെ പ്രസംഗിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുക, യോഹന്നാൻ ദൈവരാജ്യം പ്രസംഗിച്ചു, യേശു ദൈവരാജ്യം പ്രസംഗിച്ചു, അപ്പോസ്തലന്മാർ ദൈവരാജ്യം പ്രസംഗിച്ചു, പിന്നെ നിങ്ങളെന്തിനാണ് യേശുവിനെ പ്രസംഗിക്കുന്നതെന്ന്? ഇയാൾ വേദവസം വായിക്കത്തില്ലേ? പൗലോസ് പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ ഓരോരുത്തരും, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇത് വായിച്ചിട്ടില്ല ഇവിടെ. ഈ ദുരുപദേശക്കാർ പറയുന്ന യുവന്മാരുടെ ഒക്കെ പ്രശ്നം എന്നറിയാം, യുവന്മാർ വേദവസം മുഴുവൻ വായിക്കത്തില്ല.
വായിക്കത്തുമില്ല, വായിപ്പിക്കത്തുമില്ല. അവിടുന്ന് ഇവിടുന്ന് ഓരോന്നെടുത്ത് മനുഷ്യനെ ഇങ്ങനെ കളിപ്പിക്കുന്നതായ ആളുകൾ. എന്നിട്ട് അയാൾ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നെന്ന്. ദൈവരാജ്യത്തിലേക്ക് കടക്കാനുള്ള വാതിലാണ് യേശു. വാതിൽ കടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വാതിലേ വാതിലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമോ? ഇല്ല, വാതിൽ തീർന്നു. നമ്മൾ പ്രവേശിച്ചു, ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് ഇനി ദൈവരാജ്യമാണ് വലുത്, യേശു അല്ലെന്ന് എന്ന് പറഞ്ഞ പാർട്ടിയുടെ മെസ്സേജസാണ്. അതിൻ്റെ ചുവട് പിടിച്ച് എറണാകുളത്ത് ഒരുത്തനുണ്ട്, പുസ്തകവും എഴുതിയിട്ടുണ്ട്. മൈൽസ് മൺറോയുടെ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. നല്ലൊരു ഈ പോസിറ്റീവ് പ്രീച്ചർ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് എരികേറ്റി വിടുന്നതായ പ്രസംഗങ്ങളാണ് അയാളുടെ. അതൊക്കെ കേട്ടും കണ്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ദുരുപദേശക്കാരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് നിങ്ങളതിനകത്ത് പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പെട്ടുപോകാതിരിക്കാൻ. അങ്ങനല്ല, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. എനിക്ക് വലുത് യേശുവാണ്. എനിക്ക് വലുത് സ്വർഗം പോലും അല്ല, എനിക്ക് അതിനേക്കാൾ വലുതാണ് യേശു. സ്വർഗത്തിലേക്ക് പോകണമെന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനാണ് സ്വർഗത്തിൽ പോകുന്നത്? അവിടെ തങ്ക തെരുവീഥികളല്ലേ ബ്രദറേ എന്നൊക്കെ പറയും. ഞാൻ ആലോചിക്കാമായിരുന്നു, ഈ തങ്കത്തിൻ്റെ മണ്ടയ്ക്കൂടൊക്കെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തെന്നി വീണാൽ പോലും അറിയത്തില്ല. അത് തന്നെയല്ല, ഇവിടെ കളഞ്ഞതൊക്കെ അവിടെ കിട്ടുമെന്ന് പറയുന്ന പോലെയാണ് നമ്മൾ. ഇവിടെ നീ എന്തൊക്കെ ഉപേക്ഷിച്ചു അതൊക്കെ അവിടെ കിട്ടും. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഉപേക്ഷിച്ച സ്വർണവും തങ്കവും ഒന്നും അല്ല അവിടെ കിട്ടുന്നത്. ഞാൻ അവിടെ പോകുന്നത് എൻ്റെ യേശുവിനെ കാണാനാണ്. എനിക്ക് യേശുവിനെ കണ്ടാൽ മതി. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. യേശുവാണ് അതിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ സദൂക്യ ക്രിസ്ത്യാനികൾ അവർ ദൈവം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട്, അതിനു വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണ് സദൂക്യർ പറഞ്ഞത്. നമ്മൾ ഈ സദൂക്യ ക്രിസ്ത്യാനികൾ, ഇന്നത്തെ സദൂക്യ ക്രിസ്ത്യാനികൾ, ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പറയുന്നത് സെയിം കാര്യമാണ്. നിനക്ക് കിട്ടും, നിനക്ക് കിട്ടും, കിട്ടും, കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടെന്താ, നമ്മൾ സുവിശേഷം അവർ സുവിശേഷം പ്രസംഗിച്ചാൽ അത് കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, ഞങ്ങൾ യേശുവിനെ സ്വീകരിക്കാം, ഞങ്ങൾക്ക് എന്തോ കിട്ടും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്ന് ചോദിക്കുക, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷാൽ വി ഡു? ഞങ്ങളെന്താ ചെയ്യേണ്ടത്? അല്ലാതെ ഞങ്ങൾക്ക് എന്തോ കിട്ടുമെന്നല്ല അവർ ചോദിച്ചത്. കാര്യം പത്രോസ് പറഞ്ഞതും കിട്ടുന്ന കാര്യമല്ല. നിങ്ങളിൽ ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. അല്ലാതെ കാശ് കിട്ടുമെന്നോ, പണം കിട്ടുമെന്നോ, വസ്തു കിട്ടുമെന്നോ, കാറ് കിട്ടുമെന്നോ, വീട് കിട്ടുമെന്നോ യേശുവോ ശിഷ്യന്മാരോ പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് യാത്ര ചെയ്യാനൊരു കാറ് വേണമെങ്കിൽ കർത്താവ് കാറ് തരും. നിങ്ങൾക്ക് താമസിക്കാനൊരു വീട് വേണമെങ്കിൽ കർത്താവ് വീട് തരും. തരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വീട്. ഈ കുവൈറ്റിലെ വീടുകളിൽ ഏറ്റവും വലിയ വീട്ടിൽ താമസിക്കുന്നത് നിങ്ങളാണോ? അല്ലല്ലോ, അത് ദൈവം ഇല്ലാത്തവനല്ലേ. ദൈവം ഇല്ലാത്തവനാണ് വലിയ കാശുകാരനും, ദൈവം ഇല്ലാത്തവനാണ് ഇതൊക്കെ ഉള്ളത്. ദൈവത്തെ അന്വേഷിച്ച് പോകുന്നവനല്ല ഇതൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകെ പോകുന്നത് അല്ല. എനിക്ക് വേണ്ടി കർത്താവ് ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. ആ ഭവനത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഞാൻ അവിടെ അവനോട് കൂടെ വാഴും. അവിടെയാണ് വാഴുന്നത്. വാഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ മണ്ടയ്ക്ക് വാഴുന്ന കാര്യമല്ല. അവനോട് കൂടെ ഞാൻ ജീവിക്കും, അവനോട് കൂടെ. എനിക്ക് യേശുവാണ് വലുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു ഇന്നത്തേക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളിലേക്ക്, ലോകത്തിലെ സമൃദ്ധിക്ക് വേണ്ടി എന്നുള്ള ചിന്തയോടുകൂടെ അവർക്ക് അടിസ്ഥാനപരമായി വേണ്ടത് യേശുവിനെ അല്ല. അവർക്ക് ഈ വസ്തുക്കൾ മതി, അല്ലെങ്കിൽ അവർക്ക് സമൃദ്ധി മതി. അതിനുവേണ്ടിയാണ് അവർ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. യേശുവിനെ ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്കറിയാം. ഞാനത് മൊത്തമായിട്ട് നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ, വീട്ടിലൊക്കെ പോയി വേദോസമൊക്കെ വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയേ. ആദ്യത്തെ ഭാഗം വായിച്ച് നിർത്തരുത്. ആദ്യത്തെ ഭാഗം നമുക്കറിയാം. യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പുരുഷാരം അടുത്തുകൂടി. അവന് രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ടാണ് ഇവരെല്ലാവരും കൂടെ അടുത്തുകൂടി. അയ്യോ, അത്ഭുതം, അത്ഭുതം! ഇന്നും ആൾക്കാർ അത്ഭുതം കാണാനാണ് കൂടി വരുന്നത്. അങ്ങനെ അത്ഭുതം കണ്ട് കൂടി വന്നവരായ ആളുകളുടെ അടുത്ത് കർത്താവ് സുവിശേഷം പറഞ്ഞു കുറേ നേരം ഇവന്മാരിരുന്ന് കണ്ടു, കേട്ടു.
അത് കഴിഞ്ഞപ്പം ഇവന്മാർ, കർത്താവ് തന്നെ മനസ്സലിവുള്ളവനായതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞു, ഇവരെ വിശക്കുന്നവരായിട്ട് ഞാൻ വിടുന്നില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അവർക്ക് ഭക്ഷണം കൊടുത്തു. അത് കർത്താവിൻ്റെ മനസ്സലിവാണ്. കർത്താവിൻ്റെ മനസ്സലിവാണ്. കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ആഹാരം കൊടുക്കാനല്ല, വെള്ളം വീഞ്ഞാക്കാനല്ല, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനല്ല, അതിനൊന്നുമല്ല ഇങ്ങോട്ട് വന്നത്. പിന്നെ വന്ന് ഇവിടെ പ്രയാസങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം കർത്താവ് ആ പ്രയാസത്തിന് വേണ്ടി ഇപ്പോഴും ഉണ്ടല്ലോ. കർത്താവ് ഇപ്പോഴും രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. ഞാൻ രോഗസൗഖ്യം പ്രാപിച്ച ആളാണ്. ഞാൻ പ്രാർത്ഥിച്ച ആളുകൾ സൗഖ്യമായിട്ടുണ്ട്. എനിക്ക് തന്നെ രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഉള്ള കാര്യമാണ്. പക്ഷെ അത് കർത്താവിൻ്റെ മനസ്സലിവാണ്. പക്ഷെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് എനിക്ക് രോഗസൗഖ്യം തരാനല്ല. രോഗസൗഖ്യമൊക്കെ പഴയ നിയമത്തിനും ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഏലീശാ പ്രവാചകൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയില്ലേ? ഇല്ലേ? അതൊക്കെ പഴയ നിയമത്തിലും ഉണ്ടല്ലോ. ഉയിർപ്പിക്കുന്നത് വരെ പഴയ നിയമത്തിലുണ്ട്, മനുഷ്യനെ ഉയിർപ്പിക്കുന്നത് വരെ. പക്ഷേ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് അതിനുവേണ്ടിയല്ല. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിക്കാൻ വന്നു, നമ്മളെ വീണ്ടെടുക്കുവാൻ, നമുക്ക് നിത്യജീവൻ തരുവാനായിട്ട് വന്നു. നിത്യതയുമായി ബന്ധപ്പെട്ട് മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് പ്രകാശിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കർത്താവ് രോഗികൾ ചെയ്യുന്ന അടയാളങ്ങൾ കണ്ട് ഓടി വന്ന പുരുഷാരം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്, അവർ കാര്യങ്ങളൊക്കെ കേട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഉടനെ പറഞ്ഞു, ഒരു പയ്യൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, അത് കൊണ്ടുപോവാ. അത് കൊണ്ടുവന്നു. നമുക്കറിയാവുന്ന കഥയായതുകൊണ്ട് ഞാൻ വേടിക്കുന്നില്ല. മുറിച്ച് അവർക്ക് കൊടുത്തു. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാർ ഭക്ഷിച്ചു. സ്ത്രീകൾ എത്ര ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും യോഗത്തിനൊക്കെ സ്ത്രീകളല്ലേ കൂടുതലുള്ളത്. അപ്പോൾ 5000 സ്ത്രീകളും ഒന്നും അങ്ങ് കൂട്ടിക്കും. പിന്നെ കുറച്ച് പിള്ളേരും ഇല്ലേ, 12,000 പിള്ളേരും. അങ്ങനെ ഒരു 12,000 പേർക്ക് ഈ ഭക്ഷണം കർത്താവ് വീതിച്ചു കൊടുത്തു. 12,000 പേര്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. ശേഷിച്ച കഷ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാർ തിന്ന് തൊണ്ടയ്ക്കകം വരെ, തൊണ്ടയ്ക്ക് മോളി വരെ കയറി. ഇനി തിന്നാൻ വയ്യ, താഴോട്ട് ഇറങ്ങത്തില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജ് വന്നപ്പം ബാക്കിയുള്ളത്, അല്ലെങ്കിൽ പിന്നെ ബാക്കി വരത്തില്ലല്ലോ, ബാക്കി വന്നത് എന്നിട്ടും 12 കൊട്ട, 12 വലിയ കൊട്ട നിറച്ച് അപ്പം ശേഷിച്ചു. അതുപോലെ സമൃദ്ധിയോടുകൂടെ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്താ പറയുന്നത്? അവരെന്താ പറഞ്ഞു? അവൻ ചെയ്ത അടയാളം അവർ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ അവൻ തന്നെ ഇവനാകുന്നു സത്യമെന്ന് പറഞ്ഞു. അതൊക്കെ അവർ പറഞ്ഞു. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. അവരെന്താ പറഞ്ഞെന്നറിയാമോ? എടാ, ഇവനെ നമുക്ക് രാജാവാക്കാം. എന്തിനാ രാജാവാക്കുന്നത്? നമുക്ക് നാളെയും ഭക്ഷണം വേണമല്ലോ. അപ്പോൾ രാജാവാക്കുന്നത് അവൻ രാജാവാണെന്നും ഭരിക്കുമെന്നും മനസ്സിലാക്കിയിട്ടല്ല. അവർ യേശുവിനെ രാജാവാക്കാൻ പരിശ്രമിക്കുന്നത് അവർക്ക് അപ്പം കൊടുത്തത് കൊണ്ടാണ്, ഭക്ഷണം കൊടുത്തത് കൊണ്ടാണ്, അത്ഭുതം പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഇന്നും പലരും യേശുവിനെ സ്വീകരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് അവർ പറയും, ഈ യേശുവിനെ എനിക്ക് വേണം, കാര്യം എൻ്റെ രോഗം സൗഖ്യമാക്കി. ഓക്കെ, ഇനി എന്തിനാ? ഇനിയും രോഗം വന്നാലും ഇന്നെനിക്ക് ഭക്ഷണം കിട്ടി, നാളെയും ഭക്ഷണം വേണ്ടേ? അവനെ നമുക്ക് രാജാവാക്കാം. യേശു ആരാണെന്നോ എന്തിന് ഭൂമിയിൽ വന്നെന്നോ പാപങ്ങളുടെ കാര്യം ഇതൊന്നും ഇവർക്കൊന്നും പാപബോധമൊന്നും ഉണ്ടായൊന്നുമില്ലല്ലോ. അപ്പം തിന്നു കഴിഞ്ഞപ്പം ഇവനെ പിടിച്ച് രാജാവാക്കാൻ പരിശ്രമിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇന്നും ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ സഭകളിൽ വരുന്ന ആളുകൾ, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, പല ആളുകളും സഭയിൽ വരുന്നത് ഇല്ലാത്തത് കിട്ടാൻ, പിന്നെ കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് കിട്ടിയല്ലോ ഇനി എന്നാ വേണ്ടേ, കിട്ടിയത് പോകാതിരിക്കാനും. ഈ 2 കാര്യത്തിനാണ് പലരും സഭയിൽ വരുന്നത്. എനിക്ക് രോഗസൗഖ്യം കിട്ടി, ഇനി എന്നാ പിന്നെയും വരുന്നത്? അല്ല, ഇനിയും രോഗം വന്നാലോ, എന്നാലും പിന്നെയും വേണ്ടേ? എനിക്ക് വീട് കിട്ടി, വീടേ കിട്ടിയുള്ളൂ, എനിക്കൊരു കാറൂടെ വേണം. ഇല്ലാത്തത് കിട്ടാനും കിട്ടിയത് പോകാതിരിക്കാനും യേശുവിൻ്റെ പിന്നാലെ വരുന്ന അവസ്ഥ. ഇതാണ്
യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായ കാര്യം. ഓക്കെ, അവനെ പിടിച്ച് രാജാവാക്കാൻ പരിശ്രമിച്ചു. യേശു തല വെച്ച് കൊടുത്തില്ല. ഇന്നാ ഇങ്ങോട്ട് വെച്ചേടി കിരീടം എന്ന് പറഞ്ഞില്ല. യേശു രാജാവല്ലേ, അവൻ രാജാവാണ്. പക്ഷേ ഇവനെ രാജാവാക്കുന്നത് ഒരു പ്രൊവൈഡർ കിങ് എന്ന നിലയിലാണ്. അവർക്ക് വേണ്ടപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന, അവർക്ക് രോഗസൗഖ്യം കൊടുക്കുന്ന, അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ യേശുവിനെ സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നു. ഇന്നും ഇങ്ങനെയാണ് പലരും യേശുവിനെ സ്വീകരിക്കുന്നത്. കർത്താവ് അതിന് നിന്നുകൊടുത്തില്ല. അതിനുശേഷം നമുക്ക് കഥ അറിയാം. അത് കഴിഞ്ഞിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോയി. യേശു കടലിൻ്റെ മീതെ നടന്ന് അക്കരെ ചെന്നു. കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവിടെ ചെന്നു. അവരവിടെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ യുവന്മാരെല്ലാം കൂടെ പിന്നെയും വന്നു. എന്തിയാടാ യേശു എന്തിയേ? ആരാണ്ട് പറഞ്ഞു, യേശു ഇവിടെ ഇല്ലാതെ. ശിഷ്യന്മാർ പോയി, യേശുവിനെ കണ്ടില്ല. എവിടെ പോയി? അക്കരയ്ക്ക് പോയി. എന്നാൽ പിന്നെ നമുക്ക് അക്കരയ്ക്ക് പോകാം, അവിടെ കാണും യേശു എന്ന് പറഞ്ഞ് ചെറുപടകുകളെ വാടകയ്ക്ക് എടുത്ത് ഇവന്മാർ അക്കരയ്ക്ക് പോയി. അക്കരയ്ക്ക് ചെന്നപ്പോൾ അവിടെ യേശു ഇരിക്കുന്നത് കണ്ടു. കടലക്കര 25-ാമത്തെ വാക്യത്തിൽ കടലക്കര അവനെ കണ്ടെത്തിയപ്പോൾ, റബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അയ്യോ കർത്താവേ, ഞങ്ങൾ നിന്നെ എവിടെല്ലാം അന്വേഷിച്ചു. എന്തിനന്വേഷിച്ചു? നിന്നെ രാജാവാക്കാൻ ഞങ്ങൾ അന്വേഷിച്ചു. കർത്താവ് എന്നാ പറഞ്ഞു? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിച്ചത്. എന്താ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ ആരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഞാൻ എന്തിനു വന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഞാൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി വന്നു എന്ന് നിങ്ങൾ ഗ്രഹിച്ചില്ല. പകരം നിങ്ങൾക്ക് അപ്പം കിട്ടി, നിങ്ങൾ എന്നെ അന്വേഷിച്ചു. ഇപ്പോഴെന്താ വന്നത്? എന്നിട്ട് പറയുന്ന വാചകം എന്താണെന്നറിയാമോ? നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ കാംക്ഷിപ്പീൻ. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല. അപ്പം നശിച്ചു പോകുന്ന ആഹാരം ആരാ ഇന്നലെ അപ്പം കൊടുത്തത്? യേശു, അല്ലാതെ സാത്താൻ കൊടുത്തതൊന്നുമല്ല. യേശു കൊടുത്തതാണെങ്കിലും ഭൂമിയിലെ ഏത് കാര്യങ്ങളും നശിച്ചു പോകുന്നതാണ്. ഇന്നലെ അവർ മൂക്കറ്റം, നമ്മുടെ ഭാഷ പറഞ്ഞാൽ മൂക്കറ്റം തിന്നു. പക്ഷേ ഇന്നലെ അപ്പം വയറ്റിലോട്ട് പോയി, രാവിലെ വയറ്റിൽ നിന്ന് പോയി, തീർന്നു. ഇന്നും അപ്പം വേണം. ഇത്രയേ ഉള്ളൂ ഭൂമിയിലെ ഏത് നന്മ 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 എന്നൊക്കെ പറയുന്നത്. നിന്നെ നന്മയാൽ നിറയ്ക്കും. ഭൂമിയിലെ ഏത് നന്മയും തീർന്നു പോകുന്നതാണ്. അത് വസ്തുവാണെങ്കിലും, വീടാണെങ്കിലും, കാറാണെങ്കിലും, രോഗസൗഖ്യമാണെങ്കിലും. ഒരുത്തൻ്റെ മലേറിയ, ഞാനവിടെ ആഫ്രിക്ക പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഒരുത്തൻ്റെ മലേറിയ സൗഖ്യമായെന്നിരിക്കും, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ജീവിതകാലം മുഴുവൻ ജീവിച്ചിരിക്കുമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ അവൻ മെനഞ്ചൈറ്റിസ് വന്നിട്ട് ചിലപ്പോൾ മരിച്ചെന്നും ഇരിക്കും. അപ്പോൾ രോഗസൗഖ്യം പോലും ശാശ്വതമല്ല. ഭക്ഷണം ശാശ്വതമല്ല, രോഗസൗഖ്യം ശാശ്വതമല്ല. ഇനി മരിച്ചവരിൽ നിന്നൊരുത്തൻ ഉയർത്തു വന്നെന്ന് വെച്ചു, അത് നടക്കാം, അത് സംഭവിക്കാം. ചുമ്മാ കളിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. കളിപ്പിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ഒരുത്തൻ മരിച്ചവരിൽ നിന്ന് ഒരുത്തനെ ഉയർപ്പിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ ഇവിടെയൊക്കെ പണ്ട് വന്നായിരുന്നു. ഒരു 5-6 വർഷം മുമ്പാണ്, 5-8 വർഷം മുമ്പാണ് എല്ലായിടത്തും വന്നു, വീഡിയോ വന്നു. പക്ഷേ പോലീസ് പിടിച്ചു. എന്നാണെന്നറിയാമോ? മോർച്ചറിയിൽ നിന്നല്ല, ഈ ശവപ്പെട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ സഭയിൽ ഡ്രമ്മ് വായിക്കുന്ന ചെറുക്കനാണ്. പോലീസ് പിടിച്ചു. സൗത്ത് ആഫ്രിക്കയിലായതുകൊണ്ട് പോലീസ് പിടിച്ചു. നൈജീരിയയിലാണെങ്കിൽ പിടിക്കത്തൊന്നുമില്ല. കാര്യം അതാ അവിടെ ഇതൊക്കെ എപ്പോഴും നടക്കുന്നതാണ്. ഇങ്ങനത്തെ കളിപ്പീരുകാർ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഞാനിത് പറയുന്ന കാര്യം, എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ പുറകെ ചാടിപ്പോകരുത്. കർത്താവ് പറഞ്ഞു, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പീൻ. നിങ്ങൾ ഇന്നലെ തിന്നത് നശിച്ചു പോകുന്ന ആഹാരമാണ്. രാവിലെ ഇന്നലെ നിങ്ങൾ വയറ്റിലോട്ട് പോയി, ഫുഡ് വയറ്റിലോട്ട് പോയി, രാവിലെ വയറ്റിൽ നിന്നങ്ങ് പോയി.
ഇപ്പം നശിച്ചു. ഇപ്പം നിങ്ങൾക്ക് പിന്നെയും വിശപ്പുണ്ട്. കാര്യം നശിച്ചു പോകുന്ന ആഹാരം. എന്നാൽ അതിനുവേണ്ടി അല്ല ഞാൻ ഭൂമിയിലേക്ക് വന്നത്. ഞാൻ വന്നത് നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം തരാനാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ വന്നത് നിങ്ങൾക്ക് നിത്യജീവൻ തരാനാ. അല്ലാതെ വെറുതെ നിങ്ങൾ ഇന്നലെ കഷ്ടപ്പെട്ട് പ്രസംഗമൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പം വിശന്നപ്പം ഞാൻ മനസ്സലിഞ്ഞ് നിങ്ങൾക്ക് ആഹാരം തന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? പ്രശ്നം അവർ ഭക്ഷണത്തിന് വേണ്ടിയാണ് പിന്നെയും വരുന്നത്. ഇതൊരു വലിയ ഇഷ്യൂ ആണ്, വലിയൊരു പ്രശ്നമാണ്. ഭക്ഷണത്തിന് വേണ്ടി വരുന്നവൻ പിന്നെയും ഭക്ഷണം കൊടുത്താലേ നിൽക്കത്തുള്ളൂ. അത് വലിയൊരു ഇഷ്യൂവാണ്. പിന്നെ അവൻ ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കും വരുന്നത്. ഞങ്ങളിവിടെ പണ്ട് ആഫ്രിക്കയിൽ തന്നെയല്ല, ഇന്ത്യയിലൊക്കെ ഉണ്ട്. മീറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ആൾക്കാർ ചോദിക്കും എന്തോ ഭക്ഷണമെന്ന്. ഫുഡ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നോ ഫുഡ് നോ മീറ്റിംഗ്. ഇപ്പോൾ വന്ന് ഭക്ഷണമില്ലെങ്കിൽ ആഹാരമില്ലെങ്കിൽ മീറ്റിംഗ് വേണ്ട എന്ന് പറയുന്ന ആളുകൾ. കാര്യം ആഹാരത്തിന് വേണ്ടി വരുന്നവർ. അവിടെ വലിയ ക്രൂസൈഡ് വേണമെങ്കിലും നടത്താം, എത്ര പേരെ വേണമെങ്കിലും വിളിച്ചു കൂട്ടാം. ആഹാരം കൊടുക്കണം, പിന്നെ കൂലിയും കൊടുക്കണം, ശമ്പളം. അവൻ പണിക്ക് പോയാൽ കിട്ടുന്ന പൈസ അവന് എക്സ്ട്രാ കൊടുത്താൽ അവൻ വന്ന് ഇരുന്ന് തരും. അങ്ങനെ നടത്തുന്ന ഒത്തിരി ക്രൂസൈഡുണ്ട്. അതൊക്കെയായി പലപ്പോഴും ഫോട്ടോ വരുന്നത്. അവിടുന്ന് അവിടെ ഭയങ്കര ആൾക്കൂട്ടം, ആൾക്കാർ രക്ഷിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. രക്ഷിക്കപ്പെടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയുന്നത് ഇവൻ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന്? ഈയിടെ ഒരു വലിയ ക്രൂസൈഡ് നടത്തി മൊറഗോറോ എന്ന് പറയുന്ന സ്ഥലത്ത്, ഞങ്ങൾ താമസിക്കുന്ന അടുത്താണ്, ഒത്തിരി ദൂരെയല്ല. ക്രൂസൈഡ് നടത്തി കഴിഞ്ഞിട്ട് അവസാനം എല്ലാവർക്കും ഡിസിഷൻ കാർഡ് കൊടുത്തു. ഡിസിഷൻ കാർഡ് കൊടുത്തപ്പോൾ അതിനകത്തൊരിതുണ്ട്, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, ടിക്കിടണം. പണ്ടൊക്കെ എന്ത് പ്രയാസമായിരുന്നു രക്ഷിക്കപ്പെടണമെങ്കിൽ. ഇപ്പം വെറുതെ ഒരു ടിക്ക് ഇട്ടാൽ മതി. എന്നിട്ട് അനൗൺസ് ചെയ്ത പാർട്ടി പറഞ്ഞ് എന്നറിയാമോ, ഈ ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് ടിക്കിട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പുസ്തകം സൗജന്യമായിട്ട് കിട്ടുമെന്ന്. അപ്പോൾ എല്ലാവരും ടിക്കിട്ടോലെല്ലാം രക്ഷിക്കപ്പെട്ടെന്ന് കണക്കും വന്നു. ഇതൊക്കെ രഹസ്യങ്ങളല്ല. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇത് വിശ്വാസികൾ മാത്രം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നാണം കേടല്ലേ അല്ലാത്തടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങളും ആരോടും പറയുമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല യേശുവിനെ സ്വീകരിക്കേണ്ടത്. കർത്താവ് പറയാണ് നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി കാംക്ഷിപ്പീൻ. അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയോ പുസ്തകത്തിന് വേണ്ടിയോ അല്ല നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കേണ്ടത്. ഹല്ലേലൂയ. എന്നിട്ട് അവർ ചോദിച്ചു, ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു പോവുകയാണ്. അവർ ചോദിച്ചു എന്താ ആ ഭക്ഷണം എന്താണ്? ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്ര എന്ന് യേശു ഉത്തരം പറഞ്ഞു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന ദൈവം അയച്ചവനിൽ അവൻ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്ര എന്ന് പറഞ്ഞു. അഥവാ സ്വീകരിക്കുന്നത്. ആ വിശ്വസിക്കുന്നത് എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളതിന് തുല്യമായ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉടനെ അവർ ചോദിക്കുക, ഞങ്ങൾ നിന്നെ കണ്ട് വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഉമാരി തിരിച്ച് ചോദിക്കുക, അതെങ്ങനെയാണ് നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത്? ഇന്നലെ നീ എങ്ങനെയാ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്ന് എങ്ങനെയാണെന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വീഴുകയായിരുന്നു. അല്ലാതെ നീ കയ്യിലെടുത്ത് ഇങ്ങനെ മുറിച്ചു കൊടുത്തതുപോലൊന്നുമല്ല. സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വീഴുകയായിരുന്നു. നിന്നെ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അപ്പം താഴോട്ട് വീഴണം എന്നാണ് അവർ പറയുന്നത്. ഉടനെ കർത്താവ് എന്താ പറഞ്ഞത്? അതിന് യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവ് അത്ര സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് തന്നെ ആകുന്നു. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വീണ അപ്പം ഞാനാ, എന്നെ തിന്നണം. ഞാൻ ജീവൻ്റെ അപ്പം. 35-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്ന ആളും ദാഹിക്കുകയുമില്ല. ഞാൻ ജീവൻ്റെ അപ്പം. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഇന്നലെ നിങ്ങൾ തിന്നത് ജീവൻ്റെ അപ്പമല്ല, അത് യവത്തപ്പമാണ് തിന്നത്.
യവത്തിൻ്റെ അപ്പമാണ് ഇന്നലെ തിന്നത്, ജീവൻ്റെ അപ്പമല്ല. ദൈവം ചെയ്തതാ, യേശു കൊടുത്തതാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ യേശു ചെയ്തതാ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് ജീവൻ്റെ അപ്പമല്ല. ജീവൻ്റെ അപ്പം അത് സ്വീകരിക്കുന്നതല്ല. ജീവൻ്റെ അപ്പം യേശുവിനെ ഉള്ളിൽ കയറ്റുന്നതാണ്. ഹല്ലേലൂയ. അതാണ് ജീവൻ്റെ അപ്പം. എന്നെ ഉള്ളിൽ കയറ്റണം, അതാ കർത്താവ് പറയുന്നത്. അതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അല്ലാതെ അപ്പം തിന്നേച്ച് പോകണമെന്നുള്ളതല്ല. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ എഴുന്നേൽപ്പിക്കും. നോക്കുക, താഴോട്ട് പിന്നെയും വായിക്കുമ്പോൾ 48-ാമത്തെ വാക്യത്തിൽ, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാകുന്നു. മന്നാ തിന്നവരും മരിച്ചു, അത്ഭുതം കണ്ടവരും മരിച്ചു. അതൊന്നും നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരമായിരുന്നില്ല. ഇതോ സ്വർഗത്തിൽ നിന്ന്, അവിടെ എഴുതിയിരിക്കുന്നതാണ്, ഇത് തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പം. ഏതാ? യേശു. യേശു സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഇന്നലെ തിന്ന അപ്പം നിങ്ങൾക്ക് ഒരു രാത്രിയിലേക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എന്നെ തിന്നുന്നവൻ, എന്മൂലം ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു, എൻ്റെ ജീവിതമാണ്. അതാ പറയുന്നത്, എൻ്റെ ജീവിതമാണ്. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അത് നിത്യജീവനാണ്, നിത്യജീവൻ. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം വേണം ഭക്ഷിക്കാൻ. അത്ഭുതങ്ങൾക്കൊന്നും ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, അത്ഭുതങ്ങൾ അനുഭവിച്ച, ഞാൻ പറയട്ടെ, രോഗസൗഖ്യം പ്രാപിച്ചതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങളെന്താ യേശുവിൻ്റെ പിന്നാലെ പോയത്? അത് ബ്രദറെ, ഞാൻ 12 വർഷം രോഗത്താൽ പീഡിതനായിരുന്നു, കർത്താവ് എന്നെ സൗഖ്യമാക്കി, അതുകൊണ്ടാണ് ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. അപ്പോൾ ഇനിയൊരു രോഗം വന്നാലോ? അന്നേരം പ്രാർത്ഥിക്കാം. അവൻ ഭൂമിയിലെ കാര്യമേ തിരക്കുന്നുള്ളൂ. ഞാൻ 15 വർഷം ഒരു വീടില്ലാതെ കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു ഭവനം തന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാനൊരു വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു വണ്ടി തന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച് വാങ്ങിച്ചോ, പക്ഷേ വേറെ കാര്യമുണ്ട്, ഇതൊന്നും നിങ്ങളെ നിത്യജീവങ്കിലേക്ക് നയിക്കുകയില്ല. നിങ്ങളുടെ രോഗസൗഖ്യം പോലും, കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എത്രയോ പേർക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗസൗഖ്യം കൊടുത്തില്ലേ? അവരെല്ലാവരും സ്വർഗത്തിൽ പോയോ? പറ. കുഷ്ഠരോഗി 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ട് അതിനകത്ത് 9 എണ്ണത്തെ പിന്നെ കണ്ടിട്ടില്ല. ഒരുത്ത മാത്രമാണ് തിരിച്ചു വന്നത്. അപ്പം അതുകൊണ്ട് രോഗസൗഖ്യം കിട്ടിയവരെല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കരുത്. യേശുവിനെ തിന്നുന്നവൻ, അതാണ് പറയുന്നത്. കർത്താവ് പറയാണ്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ, എന്നെ ഉള്ളിൽ കയറ്റണം. തിന്നാൻ കടിച്ചു പൊടിച്ച് തിന്നുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. I want to see that you are taking me inside. ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണം വയറ്റിലേക്കാണ് പോയത്. പക്ഷേ ഞാൻ വയറ്റിലേക്ക് കയറിയാൽ വയറ്റിൽ നിന്ന് പോകും. പക്ഷേ ഞാൻ കയറിയാൽ നിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് നിന്നെ ഭരിക്കും. ഞാൻ നിൻ്റെ കർത്താവാകും. അങ്ങനെ എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള നിത്യജീവൻ എന്ന് പറയുന്നത്. നിത്യജീവൻ യേശുവിനെ ഉള്ളിൽ കയറ്റുന്ന അവസ്ഥ, യേശു ഉള്ളിൽ കയറി വസിക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ടെന്നുള്ള വാക്ക്, റിസീവ് ഹിം ഇൻസൈഡ്, അവനെ ഉള്ളിൽ കയറ്റിയിരുത്തുന്നവൻ.
ബ്ലെസ്സിങ് കൊടുത്തപ്പോൾ, ആഹാരം കൊടുത്തപ്പോൾ, യേശു ആഹാരം മുറിച്ച് കൊടുത്തപ്പോൾ അവൻ കൈ നീട്ടി വാങ്ങിച്ചു. ആഹാരം അകത്ത് പോയി, യേശു പുറത്ത് നിന്നു. ഇതാ ഇന്ന് സംഭവിക്കുന്നത്. ആഹാരം അകത്ത്, യേശു പുറത്ത്. ഓക്കെ, ഭക്ഷണം അകത്ത്, യേശു പുറത്ത്. ബ്ലെസ്സിങ്സ്, അനുഗ്രഹം അകത്ത്, യേശു പുറത്ത്. യേശുവിനെ അകത്ത് കയറ്റുന്നില്ല. യേശുവിനെ അകത്ത് കയറ്റിയാൽ വലിയ പ്രയാസമാണ്. കാര്യം, യേശുവിനെ അകത്ത് കയറ്റിയാൽ പിന്നെ തോന്നിവാസം ജീവിക്കാൻ പറ്റത്തില്ല, ഇഷ്ടമുള്ളത് പറയാൻ പറ്റത്തില്ല, അതും ഇതും കേൾക്കാൻ പറ്റത്തില്ല. കണ്ണുകൾ കർത്താവ് നിയന്ത്രിക്കും. ഞാനിതൊക്കെ ആഫ്രിക്കയിൽ കസേരയിലൊക്കെ ഇരുന്നൊക്കെ ഇതെല്ലാം കാണിക്കും. അതായത് എനിക്ക് പകരം യേശുവാണ് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് യേശുവാണ്. അങ്ങനെ എൻ്റെ സിംഹാസനത്തിലേക്ക് യേശുവിനെ ഇരുത്തുമ്പോഴാണ് നിത്യജീവൻ ലഭിക്കുന്നത്. പിന്നെ എൻ്റെ കൈ എന്ത് ചെയ്യണമെന്നുള്ളത്, ഇപ്പം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലേ? എൻ്റെ കൈയല്ല തീരുമാനിക്കുന്നത്, ഞാനാണ് തീരുമാനിക്കുന്നത്. ഒരു ചെറുക്കൻ മറ്റൊരു പയ്യനെ അടിച്ചു. നീ എന്തിനാണ് എന്നെ അടിച്ചത്? ഞാൻ അടിച്ചില്ല. പിന്നെ ആരാ അടിച്ച്? എൻ്റെ കൈയാന്ന്. അങ്ങനെ കൈക്ക് അടിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ തന്നെ അടിക്കുന്നത്. എന്നതുപോലെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണോ ആ വ്യക്തിയാണ് എൻ്റെ കയ്യേയും എൻ്റെ കാലിനെയും എൻ്റെ നാവിനെയും എൻ്റെ ചെവിയെയും എല്ലാം നിയന്ത്രിക്കുന്നത്. ഇന്നലെ വരെ ഞാൻ ആയിരുന്നു എൻ്റെ സിംഹാസനത്തിലിരുന്നത്, ഞാൻ തന്നെ എൻ്റെ സിംഹാസനത്തിലിരുന്നത്. പക്ഷേ ഞാൻ യേശുവിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഞാൻ ഇറങ്ങിക്കൊടുക്കുക, ഞാൻ ഇല്ലാതെയാവുകയാണ്. എന്നിട്ട് യേശു എൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്. അങ്ങനെ യേശു എൻ്റെ ഉള്ളിൽ വസിച്ചാൽ പിന്നെ എൻ്റെ കൈ എന്ത് ചെയ്യണം, കാലെന്ത് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് യേശുവാണ്. അങ്ങനെ യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്നവനാണ് നിത്യജീവൻ ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അല്ലാതെ വെറുതെ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി, നീ സ്വർഗത്തിലാ എന്ന് പറയുന്നതല്ല. യേശുവെ എന്ന് വിളിച്ചാൽ പോരാ, യേശുവിനെ അകത്ത് കയറ്റി ഇരുത്തണം. അങ്ങനെ അകത്ത് കയറ്റി ഇരുത്തിയാൽ പിന്നെ എനിക്ക് എൻ്റേതായ ജീവിതമില്ല. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. വേഴ്സ് 60, 6:60. ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് അനുസരിക്കാൻ, അല്ലെങ്കിൽ ആർക്ക് കേൾക്കാൻ പറ്റും, ആർക്ക് അനുസരിക്കാൻ പറ്റും? അയ്യോ, അവർ പറഞ്ഞാലെന്നറിയാമോ? അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. നിന്നെ അകത്ത് കയറ്റി ഇരുത്തി നീ പറയുന്നത് പോലെ ചെയ്യാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചില ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. അങ്ങനെ നിന്നെ അകത്ത് കയറ്റി ഇരുത്തി ഞങ്ങളെ നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ യോഗത്തിനൊക്കെ ഞങ്ങൾ വരാം. വി വിൽ കം ഫോർ ദ മീറ്റിംഗ് ഇഫ് ദർ ഈസ് ഈറ്റിംഗ് ആഫ്റ്റർ ദ മീറ്റിംഗ്. യോഗത്തിന് ശേഷം ഭക്ഷണമുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഭക്ഷണത്തിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ ഭക്ഷണമല്ല മീറ്റിംഗ്. ഒരു ബാംഗ്ലൂരിലുള്ള ഒരു പെങ്കൊച്ച് പറഞ്ഞതാണ്, ഞങ്ങളുടെ സഭയിൽ ഭയങ്കര ഫെലോഷിപ്പാണ്. ഞാൻ ചോദിച്ചു, എന്തോ ഫെലോഷിപ്പ്? ഏത് മീറ്റിംഗ് കഴിഞ്ഞാലും KFC ഉണ്ടെന്ന്. ഫെലോഷിപ്പ് അതല്ല ഫെലോഷിപ്പ്. KFC കഴിക്കുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ വേറെ കാര്യമുണ്ട്. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പിന്നെ പറയാം, എപ്പോഴെങ്കിലും പറയാം. പക്ഷേ യേശുവിനെ ഉള്ളിൽ കയറ്റുക, ഇത് കഠിനവാക്ക, അത് കഠിനവാക്ക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അവനെ വിട്ടുപോയി എന്നാണ് പറയുന്നത്. 66-ാമത്തെ വാക്യത്തിൽ അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവൻ്റെ കൂടെ സഞ്ചരിച്ചതുമില്ല. ഇതുപോലെയുള്ള കഠിന വാക്കുകൾ കേൾക്കുമ്പോഴാണ് ആൾക്കാർ പോകുന്നത്. അല്ലാതെ ഞാൻ നിന്നെ യേശു നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് കാറ് തരും, നിനക്ക് വീട് തരും, ഇന്ന് ഇപ്പോൾ ഈ രാത്രിയിൽ തന്നെ നിന്നെ മാനിക്കും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇട്ടേച്ച് പോകുമോ? ആരും ഇട്ടേച്ച് പോകത്തില്ല, ആരും ഇട്ടേച്ച് പോകത്തില്ല. പക്ഷേ നിനക്ക് നിൻ്റെ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല, നിനക്ക് കള്ളം പറയാൻ പറ്റത്തില്ല, നിനക്ക് മോഷ്ടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ കണ്ണുകൾ വിശുദ്ധമായിരിക്കണം, നിനക്ക് നിൻ്റെ കണ്ണുകൊണ്ട് ഒരു സ്ത്രീയെ മോഹത്തോടുകൂടെ നോക്കാൻ കഴിയില്ല, നിനക്ക് ഒരു വ്യക്തിയോടും
യു കനോട്ട് റേസ് യുവർ വോയിസ് അഗൻസ്റ്റ് എ പേഴ്സൺ. മത്തായിയുടെ സുവിശേഷം 5, 6, 7 പ്രസംഗിക്കാമെങ്കിൽ മിക്കവാറും സഭയിലെ ആൾക്കാരെല്ലാം പോകും. അത് പ്രസംഗിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് പലരും നിൽക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 നിങ്ങളൊന്ന് പോയി വായിച്ചു നോക്കണം. അതാണ് കർത്താവിൻ്റെ കൽപ്പന എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ. വിശ്വാസി വിശ്വസിക്കും, പക്ഷേ ശിഷ്യൻ പ്രമാണിക്കണം. അതുകൊണ്ടെന്താ, ഈ ശിഷ്യന്മാരെല്ലാവരും അവനെ ഇട്ടേച്ചു പോയി. 12 പേര് മാത്രം ശേഷിച്ചു. അന്നേരം യേശു എന്താ പറഞ്ഞത്? ഇന്നലെ 12,000 ഉണ്ടായിരുന്നു, ഇന്ന് 12 ഉള്ളൂ. കർത്താവ് പറഞ്ഞോ, കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടല്ലോ, എല്ലാവരും എന്നെ ഇട്ടേച്ചു പോയി, നിങ്ങളെങ്കിലും പോകരുതേ എന്നാണോ പറഞ്ഞേ? അല്ല, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? പൊക്കോളാം, എനിക്കത് വിഷയമല്ല. പക്ഷേ എൻ്റെ മെസ്സേജിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. യേശു കർത്താവ് ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. ഇന്നത്തെ പ്രശ്നം, പ്രസംഗകർ കോംപ്രമൈസ് ചെയ്താൽ പ്രസംഗിക്കുന്നതെല്ലാം. അവർക്ക് തന്നെയുണ്ട്, എൻ്റെ മെസ്സേജ് കഴിഞ്ഞ ആൾക്കാർ പോകരുത്, മെസ്സേജിന് ആൾക്കാർ ഇരിക്കണം, എൻ്റെ സഭയിൽ നിന്ന് ആളുകൾ പോകരുത് എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും കയറിയിട്ട്, അതാ ഒരു വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ആൾ വന്നെന്നിരിക്കും, പോയെന്നിരിക്കും, പക്ഷേ നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജനങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ ശരിക്കും നമ്മൾ യേശുവിനെ, നിത്യതയുള്ള ദർശനം ഉണ്ടാകണമെങ്കിൽ ജീവൻ്റെ അപ്പമായ യേശുവിനെ ഭക്ഷിക്കണം. യേശു അകത്ത് കയറണം, എന്നാലേ നിത്യജീവൻ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ പ്രശ്നം എന്നറിയാമോ? യേശു പുറത്തും നന്മ, നമ്മൾ പറയുന്ന ബ്ലെസ്സിങ്സ് അകത്തും. ഞങ്ങളവിടെ ആഫ്രിക്കയിൽ ബെറാഖ 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 എന്ന് പറയും. ബ്ലെസ്സിങ്സ്, അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹം, അതേ കേൾക്കാനുള്ളൂ. എന്തോ അനുഗ്രഹം? എടാ, യേശു ഇല്ലാതെ ബാക്കി എന്തെല്ലാം കിട്ടിയാലും അത് അനുഗ്രഹമല്ല, നാളെ രാവിലെ പോകാനുള്ളതേ ഉള്ളൂ. യേശു അകത്ത് കയറണം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഭക്ഷണം അകത്തും യേശു പുറത്തുമായിരുന്നു. ഇന്നും പറ്റുന്ന പ്രശ്നം ഇതാ, രോഗസൗഖ്യമുണ്ട്, അതകത്ത്, പക്ഷേ യേശു പുറത്ത്. യേശുവിനെ അകത്ത് കയറ്റി ഇരുത്തിയാൽ പിന്നെ അവൻ നിങ്ങളുടെ ജീവിതത്തെ വാഴും. അല്ലാതെ വന്ന് കയറി ഇടുന്നേച്ച് അനുഗ്രഹിച്ചേച്ച് പോകുകയല്ല. കംപ്ലീറ്റ് കൺട്രോൾ യേശുവിന് കൊടുക്കേണ്ടി വരും. അതിന് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ മാത്രമേ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ഈ ഭൗമികമായ പ്രസംഗങ്ങളെല്ലാം നമ്മളൊന്ന് മാറ്റിവെച്ചേ. ഭൗമികത കർത്താവ് സഹായിക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വേറൊരു കാര്യമുണ്ട്. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്നത് യേശുവിനെ ഉള്ളിൽ കയറ്റുമ്പോഴാണ്. നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കണം. ഇല്ലാത്തത് കിട്ടാനും കിട്ടിയത് പോകാതിരിക്കാനും അല്ല നമ്മൾ സഭയിൽ വരുന്നത്. എനിക്ക് കിട്ടുന്നത് യേശുവിനെയാണ്. യേശുവിനെ കിട്ടണം, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും യേശുവിനെ കിട്ടുമ്പോൾ ബാക്കിയുള്ളത് പോവുകയാണ്. ഒന്നാമത് ഞാൻ തന്നെ പോവുകയാണ്. അതായത് എൻ്റെ സിംഹാസനത്തിലേക്ക് യേശു കയറിയിരുന്നാൽ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? 2 പേര് ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല. ഹി വിൽ നെവർ ഷെയർ എ ചെയർ. ഞങ്ങളുടെ വീട്ടിൽ ഈ പഴയ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-200 വർഷം പഴക്കമുള്ള വീട്. അന്നത്തെ തടിയൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ വലിയ വലിയ വീടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കസേരകളൊക്കെ ഇച്ചിരി വലിപ്പം കൂടുതലാണ്. ചില വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, അത് ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കസേരയാണെങ്കിലും ഞാൻ പലപ്പോഴും ആളുകൾ വന്ന് 2 പേര് ഒരുമിച്ച് അടുപ്പിച്ചടുപ്പിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. 2 പേരിങ്ങനെ തെള്ളിയിരിക്കുക, 2 പേര് ഷെയർ ചെയ്യുക. പക്ഷേ വേറൊരു കാര്യമുണ്ട്, യേശുവിൻ്റെ കാര്യത്തിൽ ഹി വിൽ നെവർ ഷെയർ എ ചെയർ. അവൻ ഒരിക്കലും നിൻ്റെ കൂടെ കസേര പങ്കുവയ്ക്കത്തില്ല. അവനെ ഇരുത്തിയാൽ അവൻ മാത്രമേ അവിടെ കാണത്തുള്ളൂ. അത് മനസ്സിലാക്കണം. അവൻ മാത്രമേ കാണാവൂ. അപ്പം ഞാൻ ഇറങ്ങിക്കൊടുത്താലേ പറ്റുള്ളൂ. എന്നെ ഒഴിവാക്കിയാലേ, എന്നെ ഒഴിച്ചാലേ യേശുവിന് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ യേശുവിനെ ഉള്ളിൽ കയറ്റിയാൽ, അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത്, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ
കർത്താവ് പറയുകയാണ്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച്, അവിടെ തുടങ്ങുന്നത്, എന്നെ തന്നെ ഡിനായി ചെയ്യണം. എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ മോഹങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടേ എനിക്ക് യേശുവിനെ അവിടെ കയറ്റുവാൻ പറ്റുകയുള്ളൂ. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. യേശുവിൻ്റെ ക്രൂശ് എടുത്തല്ല, എൻ്റെ ക്രൂശ് എടുത്ത്. ക്രൂശ് എന്താണ്? ക്രൂശ് കാണിക്കുന്നത് മരണത്തെയാണ്, അല്ലാതെ കഷ്ടതയുടെ കാര്യമല്ല. കഷ്ടതയുണ്ട്, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ക്രൂശ് എന്ന് പറയുന്നത്, ക്രൂശിൽ ആരെയും കഷ്ടപ്പെടുത്താനല്ല കയറ്റുന്നത്, ക്രൂശിൽ കയറ്റുന്നത് കൊല്ലാനാണ്. അപ്പം ക്രൂശ് മരണത്തെയാണ് കാണിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ക്രൂശ് മരണത്തെ കാണിക്കുന്നു. അങ്ങനെ മരണത്തെ കാണിക്കുന്ന ക്രൂശ് എടുത്തുകൊണ്ട്, അതായത് ഐ ആം നോ മോർ, ഞാനില്ല. ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20 പറയുന്ന കാര്യം അതാണ്. നോ ലോങ്ങർ ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനില്ല. ഞാനല്ലെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാനില്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെ എന്നെ ഇല്ലാതെയാക്കി യേശുവിനെ അവിടെ കയറ്റിയിരുത്തുമ്പോഴാണ്, അതാണ് കർത്താവ് പറഞ്ഞത്. അല്ലാതെ നിന്നെ മാനിക്കും, നിനക്കിവിടെ നിന്നെ ഉന്നതനാക്കും, അതൊന്നുമല്ല കർത്താവ് പറഞ്ഞു. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, ക്രൂശിൽ കിടക്കുന്ന ഒരുത്തൻ, അവന് പ്രതീക്ഷകൾ, പിന്നെ അവൻ്റെ ജീവിതത്തിൽ അവന് പ്രതീക്ഷകളൊന്നുമില്ല. ഒന്നുകിൽ അന്ന് മരിക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം മരിക്കും. അല്ലെങ്കിൽ നമ്മളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാമെന്ന് വെച്ചു, 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പോയി വസ്തു എഴുതിക്കാൻ നോക്കുമോ? ഇല്ല. നമ്മൾ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ നാട്ടുകാർ, അവരെയൊക്കെ എങ്ങനെ സഹായിക്കാമെന്നൊക്കെ ആയിരിക്കും ഞാൻ നോക്കുന്നത്. അല്ലാതെ എൻ്റെ പേരിൽ വസ്തു എഴുതിക്കാനോ ആരുടെയെങ്കിലും പിടിച്ചു പറിക്കാനോ ഒന്നും ആയിരിക്കത്തില്ല. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദീർഘകാലം ഇവിടെ ജീവിക്കുമെന്ന് വെച്ചല്ല, എപ്പോൾ വേണമെങ്കിലും, കാര്യം കർത്താവിൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കൂട്ടിവെച്ചത്, അവിടെ താഴോട്ട് പറയുന്ന വാക്യങ്ങളിലൊക്കെ അതുണ്ട്. അവിടെ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ ധനികനായ യുവാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ്, അതൊക്കെ നമുക്കറിയാമല്ലോ. അവൻ യേശുവിൻ്റെ 19-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നവർ, അല്ലെങ്കിൽ പത്രോസ് പറയാൻ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു. എൻ്റെ നാമം നിമിത്തം വീടുകളെയോ, 29, സഹോദരങ്ങളെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. ഒരാശ്വാസമായി അല്ലേ? സാജു സാർ ഈ വാക്യമൊക്കെ വായിക്കുമല്ലേ? എടാ, ഇത് വേദവസത്തിലെ വാക്യമാണ്. 100 മടങ്ങ് ലഭിക്കും. പക്ഷേ എന്തുവാ 100 മടങ്ങ്? കാറ് കിട്ടും, വീട് കിട്ടുമെന്നൊന്നും അല്ല. എന്തുവാ ഉപേക്ഷിക്കുന്നത്? എൻ്റെ നാമം നിമിത്തം വീടുകളെയോ, വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസസ് അല്ല, ഹോംസ്. യേശുവിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ, സഹോദരന്മാർ ഉപേക്ഷിച്ചു പോയാൽ, വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ, കർത്താവിനെ അംഗീകരിച്ചതിൻ്റെ പേരിൽ അപ്പനും അമ്മയും എതിരായാൽ, നിലങ്ങളെയോ, നിലങ്ങൾ അന്ന് ജോലിയുടെ കാര്യമായിട്ടാണല്ലോ, ജോലി ഒക്കെ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ പിന്മാറത്തില്ല എന്നുള്ള ഒരു ചിന്ത എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, ഒരു രാത്രി 11 മണിയായപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, അത് മനസ്സോടെ പറഞ്ഞതല്ല, ഇഫ് യു കണ്ടിന്യൂ ഇൻ യുവർ ഫെയ്ത്ത് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ്. നിൻ്റെ വിശ്വാസത്തിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിക്കോണമെന്ന്. പേടിപ്പിച്ചതാ.
12 വയസ്സേ ഉള്ളത് എനിക്കന്ന്. രാത്രി 11 മണിക്ക്. ഇടയ്ക്ക് വിടാനൊന്നും അല്ല. പക്ഷേ എന്നാലും എന്നോട് പറഞ്ഞത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോണമെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ നിന്ന് ഒരു സാധനം തന്നാൽ മതി, ഞാൻ പൊക്കോളാം. എന്തോടാ വേണ്ടത്? കാശ് ചോദിക്കുമെന്നാണ് പുള്ളി ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ വേദപുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ അതെടുത്തോട്ടെ, ഞാൻ പൊക്കോളാമെന്ന്. രാത്രി 11 മണിക്ക് പറഞ്ഞതാണ്. എൻ്റെ അമ്മാച്ചൻ അവിടെ ഉണ്ടായിരുന്നു. അമ്മാച്ചൻ അപ്പുറത്തോടെ വന്ന് എൻ്റെ കൈക്ക് പിടിച്ച് കയറടാ അകത്തെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പിന്നെ അകത്ത് കയറ്റി. അപ്പനും ഓടിച്ചു വിടാനൊന്നും അല്ല, എങ്കിലും എൻ്റെ ഭവനം എനിക്കെതിരായി, എൻ്റെ അപ്പനും അമ്മയും എനിക്കെതിരായി, എൻ്റെ സഹോദരങ്ങൾ എതിരായി. പക്ഷേ അതിന് ശേഷം സംഭവിക്കുന്നതെന്നറിയാമോ? ലോകത്തിൽ എവിടെ ചെന്നാലും 100 പേര് എന്നോട് പറയും, സജ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുക, സാജിമോനെ അമ്മച്ചിമാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുക. എനിക്ക് 100 കണക്കിന് വീടുകളുണ്ട് ഇന്ന് ലോകത്തിൽ. അതാ 100 മടങ്ങ് കിട്ടുമെന്ന് പറഞ്ഞത്. ഒരു വീട് ഉപേക്ഷിച്ചാൽ 100 കണക്കിന് വീടുകൾ കിട്ടും. നീ എൻ്റെ മോനല്ലെന്ന് അമ്മ പറഞ്ഞാൽ 100 അമ്മമാർ പറയും, എൻ്റെ മോനാ, നീ എൻ്റെ മോനെ, എനിക്ക് പിറക്കാതെ പോയ മോനാ. എന്നെ മോനെന്ന് വിളിക്കുന്ന അമ്മച്ചിമാരൊക്കെ ഒത്തിരി ഉണ്ട്. ബ്രദറെന്ന് വിളിക്കുന്ന, വെറുതെ വിളിക്കൊന്നുമല്ല, സ്വന്തം സഹോദരനേക്കാൾ സ്നേഹിക്കുന്ന ഒത്തിരി സഹോദരങ്ങൾ എനിക്കുണ്ട്. ദേ ആർ മോർ ദാൻ മൈ ബ്രദേഴ്സ്. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ നിമിത്തം അത് ഉപേക്ഷിച്ച കാര്യം. അല്ലാതെ ഇവിടെ 100 മടങ്ങ് ഇതൊക്കെ ഉള്ളൂ നമ്മൾ കേൾക്കുന്നത്. 100 മടങ്ങ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, 100 മടങ്ങ്. എന്നാൽ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ, കർത്താവ് എനിക്ക് 100 കണക്കിന് അമ്മമാരെ തരണേ കർത്താവേ എന്നാരെങ്കിലും പ്രാർത്ഥിക്കുമോ? കർത്താവ് ചിലപ്പോൾ തന്നുകളയും. യോഹന്നാൻ യേശു കർത്താവ് മരിക്കുന്ന സമയത്ത് ക്രൂശിൻ്റെ അടുത്ത് നിന്നപ്പോൾ യേശു നോക്കിയപ്പോൾ മറിയ അവിടെ നിൽക്കുക, അമ്മ. യോഹന്നാൻ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അന്നു മുതൽ അവൻ എന്തു ചെയ്തു? ആ അമ്മയെ അവൻ്റെ വീട്ടിൽ ചേർത്ത് കൊണ്ടു. നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരെ ചേർക്കണം, സഹോദരങ്ങളെ ചേർക്കണം, നമ്മുടെ ഭാഗമാകണം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെ കൊണ്ട് പറ്റും? ആരെ കൊണ്ടോ നോക്കുക, ഇഷ്ടംപോലെ ആൾക്കാരെ കൊണ്ട് പറ്റും. ചേർത്ത് കൊള്ളണം. ഞാൻ പ്രസംഗിക്കുന്ന കാര്യമൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പ്രസംഗിക്കുന്നത്. ഇത്രയും വർഷങ്ങൾ പ്രസംഗിച്ചതൊക്കെ ഞാൻ പറഞ്ഞത്, ഞാനിത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു, അല്ലാതെ ഓടിച്ചു വിടുകയല്ല, ചേർത്ത് കൊള്ളുക. 100 കണക്കിന് അമ്മമാരെ കിട്ടും, 100 കണക്കിന് സഹോദരങ്ങളെ കിട്ടും, സഹോദരിമാരെ കിട്ടും. മനസ്സോടെ ചേർത്ത് കൊള്ളണം. അതൊക്കെയാണ് ആത്മീയത. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്നവനെ ഇതൊക്കെ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നഷ്ടമാണെന്ന് പറയും. അവരെയൊക്കെ നോക്കുന്നതൊക്കെ വെറും നഷ്ടക്കേസാണ്. അങ്ങനല്ല, നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാരെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ല ഞാൻ, അവിടെ നമ്മൾ കാണുന്നത് ഓരോരുത്തരും അവനെ അനുഗമിക്കുന്നത്, സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ശിമോൻ പത്രോസ്, അന്ത്രയോസ് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. യോഹന്നാനും യാക്കോവും സകലവും വിട്ട് അവനെ അനുഗമിച്ചു. സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ധനവാനായ യുവാവിൻ്റെ സ്റ്റോറി, ഞാൻ സമയക്കുറവുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ വായിച്ചു പോകുന്നത്. അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഈ യുവാവ് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, സ്റ്റോറി അറിയാമല്ലോ. യുവാവ് പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകൾ അനുസരിക്കണം. അതൊക്കെ ഞാൻ കൊച്ചിലെ തൊട്ട് അനുസരിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ മാത്രം പോരാ. ചിലർ പറയുന്നത് ഉള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകുന്നത്. അങ്ങനല്ല പറയുന്നത്. ഉള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് യേശുവിനെ വന്ന് അനുഗമിക്കണം. അനുഗമിക്കുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്, അല്ലാത്തവനല്ല. അനുഗമിക്കുന്നവനാണ്. യേശുവിനോട് സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ എന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അതായത് ദാരിദ്ര്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നത് കർത്താവിന് ചെയ്തതുപോലെയാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഈ ചെറിയ വല്ലൊരുത്തിന് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ പാവങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക്, ദുഃഖം അനുഭവിക്കുന്നവരോട് നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിന് ചെയ്തതുപോലെയാണ്. അത് സ്വർഗത്തിലെ നിക്ഷേപമാണ്. സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പം അവിടെ എന്തെങ്കിലും കാണണ്ടേ നമുക്ക്? ഇല്ലേ?
നമ്മൾ നോക്കണം, സ്വർഗത്തിൽ നിക്ഷേപിക്കണം. ഇപ്പം നിങ്ങളിപ്പോൾ ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നു. ഈ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് മുഴുവൻ നിങ്ങൾ ഇവിടെ ചിലവാക്കുകയാണോ ചെയ്യുന്നത്? ആണോ? അല്ല. നിങ്ങളെന്താ, നാട്ടിലേക്ക് പൈസ നിക്ഷേപിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിക്ഷേപിക്കുന്നത്? നിങ്ങൾക്കറിയാം ഇവിടെ ഇത്ര കാലമേ ജീവിക്കാൻ പറ്റുള്ളൂ, ഇത് കഴിഞ്ഞാൽ നാട്ടിൽ പോകേണ്ടി വരും എന്നറിയാം. നിങ്ങളുടെ സ്വന്തം നാട് ഇതല്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്കൊരു നാടുണ്ട്, നിങ്ങൾക്കൊരു വീടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എന്തു ചെയ്യുന്നു? ഇവിടെ കിട്ടുന്നത് അങ്ങോട്ട് നിക്ഷേപിക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് പോയാൽ അവിടെയാണ് നമുക്ക് നിക്ഷേപം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപിക്കാനാണ് ഞാൻ പരിശ്രമിക്കേണ്ടത്, ഭൂമിയിൽ നിക്ഷേപിക്കുവാൻ മാത്രമല്ല. എന്നാൽ ഇവിടെ നിങ്ങളെന്തോ കഴിക്കാതെയും കുടിക്കാതെയുമാണോ കിടക്കുന്നത്? അല്ല, നിങ്ങൾ കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, വണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ ജീവിതത്തിന് ആവശ്യമാണ്. ഇവിടുത്തെ ജീവിതത്തിന് ആവശ്യമുള്ളത് ഇവിടെ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു നാടുണ്ട്, ഒരിക്കൽ നിങ്ങൾ പോകേണ്ടവരാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇതുപോലെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തോ, നിർവഹിച്ചോ, നിങ്ങൾ കഴിച്ചോ, കുടിച്ചോ, നിങ്ങൾ കിടന്നോ, ഒരു വീട് പണിത് വീടുണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾ കിടന്നോ, നിങ്ങളെല്ലാം ചെയ്തോ, ഒരു വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി ഓടിച്ചു പോക്കോ, അതൊന്നുമല്ല കർത്താവ് പറയുന്നത്. പക്ഷേ നീ ഇവിടെ ജീവിക്കാനുള്ളവനല്ല. നിനക്കൊരു നാടുണ്ട്, ഒരു സ്വർഗമുണ്ട്, അതിനുവേണ്ടി നീ ഒരുങ്ങണം എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. ആ ഒരു ബോധ്യത്തോടുകൂടെ നിങ്ങൾ ജീവിക്കണം. ആ ഒരു ബോധ്യത്തോടുകൂടെ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കണം. ഭൂമിയിൽ ജീവിക്കുക, അതിന് കുഴപ്പമില്ല. പക്ഷേ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കണം. കാര്യം നമ്മുടെ കർത്താവ് വരാറായി. ഇതെല്ലാം കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ട് എന്തെടുക്കാനാ? പോകേണ്ടി വന്നാൽ എല്ലാം കളഞ്ഞിട്ട് വേണ്ടേ പോകാൻ? എല്ലാം കളഞ്ഞിട്ടേ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് നമുക്കറിയാമല്ലോ. പോകേണ്ടി വരുമ്പോൾ അതാണ് നമ്മൾ കാണുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 19:29, എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരങ്ങളെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. 100 മടങ്ങ് ലഭിക്കുന്നത് ഇവിടെ അല്ല. ഇവിടെ ലഭിക്കും, ഇവിടെ വീടുകൾ കിട്ടും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നവന് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഞാനിങ്ങനെ ഒരു സ്റ്റോറി പോലെ കേട്ടതാ. ഒരാൾ അവിടെ സ്വർഗത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ഇത് അവിടെ സംഭവിക്കുന്ന കാര്യമല്ല കേട്ടോ. അവിടെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പം ഇയാളങ്ങ് ചെന്നു. പക്ഷേ ചെന്നപ്പം അയാൾക്ക് താമസിക്കാൻ കൊടുത്തിരിക്കുന്ന വീട് ഒരു കുടില് പോലുള്ള വീടാണ്. പക്ഷേ ഇയാളുടെ സഭയിലെ ഒരു വീടൊന്നും ഇല്ലാതിരുന്ന ഒരു സാധാരണക്കാരനായ ഒരു ഉപദേശി ഉണ്ടായിരുന്നു. ഉപദേശിക്ക് കിട്ടിയത് ഒരു കൊട്ടാരം പോലൊരു വീടാണ്. ഉടനെ ഇയാൾക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ എന്തുമാത്രം പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും എല്ലാം ചെയ്തതാ, സ്വോത്രാഴ്ച കൊടുത്തത് എല്ലാം ഉണ്ട്, പക്ഷേ എനിക്കെന്താ ഇവിടെ നല്ല വീട് കിട്ടാത്തത്? ഉടനെ പത്രോസ്, ഇത് കഥയാണ് കേട്ടോ, പറഞ്ഞു, അതേ നാട്ടിൽ നിന്ന് അയച്ചു തരുന്നത് വെച്ചാണ് ഞങ്ങളിവിടെ പണിയുന്നതെന്ന്. നാട്ടിൽ നിന്ന് അയച്ചു തരുന്നത് വെച്ചാൽ ഞങ്ങളിവിടെ പണിയുന്നതെന്ന്. അപ്പോൾ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുമ്പോൾ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ ഭവനത്തിന് വേണ്ടിയുള്ള ഒരുക്കം ഇപ്പോഴേ വേണം. ഇവിടെ നമ്മൾ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കണം, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കമുള്ളവരായി ജീവിക്കണം. കാര്യം നമ്മുടെ കർത്താവ് വരുന്നു. ആ കർത്താവ് വന്നാൽ ആ കർത്താവിനോട് കൂടെ നമ്മൾ എടുക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി കർത്താവ് പണിയുന്ന ഭവനത്തിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഒരുക്കമുള്ളവരായിരിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ, ഒത്തിരി കാര്യങ്ങൾ പറയാൻ ബാക്കിയുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കൊലോസ്യലേഖനം, അത് ഞാൻ പിന്നീട് പറയാം, 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, പിന്നീട് നിങ്ങൾ എന്താ, ഇവിടെയുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ
അല്ലെങ്കിൽ ഉയരത്തിലുള്ളത്, നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നമ്മുടെ മനസ്സ് മുഴുവൻ ഉയരത്തിലുള്ളതായിരിക്കണം. നമ്മുടെ മനസ്സ് മുഴുവൻ നിത്യതയായിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിത്യതയായിരിക്കണം. കാര്യം കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ ഈ ഭൂമിയിലല്ല ജീവിക്കുന്നത്. നമ്മളിവിടെ എന്തെല്ലാം സൂക്ഷിച്ചു വെച്ചാലും എല്ലാം ഒരു ദിവസം ഇട്ടേച്ച് പോകേണ്ടി വരും. ഇതും കൊണ്ട് മുകളിലോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.